കെജ്രിവാളിന് ലഭിച്ച ഇടക്കാല ജാമ്യം വരുന്ന മൂന്ന് ഘട്ടങ്ങളിൽ, ഇപ്പൊ 4 ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ രാഷ്ട്രീയത്തിൽ പറയാറുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള വാക്യം വളരെ പ്രശസ്തമാണ്. 2014 ഒരുപക്ഷെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കെജ്രിവാളും BJPയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചത് കാണാമായിരുന്നുവെങ്കിലും ഇപ്പോൾ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പക്ഷെ ഡൽഹിയിൽ ഇത്രയൊക്കെ ആണെങ്കിലും, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചു, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ധാരാളമായിട്ടുള്ള പ്രസ്താവനകൾ സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വാദമാണ് EDയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. കാരണം അങ്ങനെയെങ്കിൽ അറസ്റ്റിൽ ജയിലിലടക്കപ്പെട്ട കർഷകർക്കും വിളവെടുപ്പിന്റെ സമയത്ത് ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞത് ഇതിനെ ഒരു 6 മാസം കൂടുമ്പോഴുള്ള വിളവെടുപ്പ് കാലം പോലെ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല തെരഞ്ഞെടുപ്പ്. അദ്ദേഹം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, സ്ഥിരമായി കുറ്റം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് ചില പരിഗണനകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകൾ ഒപ്പിടാൻ പാടില്ല എന്നുള്ള ചില കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്, വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, തെരഞ്ഞെടുപ്പിൽ ഈ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പലയിടത്തും കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളിലാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ പല സീറ്റുകളും മത്സരം നേരത്തെ തന്നെ കഴിഞ്ഞു. ആദ്യത്തെ 3 റൗണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് BJPക്ക് സാധ്യതയുണ്ടായിരുന്ന മിക്ക തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു. അല്ലെങ്കിൽ BJP നേരത്തെ ഭൂരിപക്ഷം ഉറപ്പാക്കിയിരുന്ന, BJPക്ക് വളരെ ഉറപ്പായ പല സീറ്റുകളിലെയും മത്സരം അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിലും ഇനിയും കുറച്ച് സീറ്റുകൾ അവശേഷിക്കുന്നു. അപ്പോൾ അവിടെ BJP വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ആൾറെഡി BJP വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും BJPക്ക് എതിരായിട്ടുള്ള ഈ ഒരു ഘടകം വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എങ്കിലും ഇപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഡൽഹിയിൽ ഇപ്പോ കെജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങുകയാണ്, എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ വെക്കും, തന്നെ മനഃപൂർവ്വം ജയിലിൽ അടച്ചതാണെന്നുള്ള കാര്യം അദ്ദേഹം ഡൽഹി മദ്യനയ കേസിലുമായി ബന്ധപ്പെട്ടാണ്, അതിനകത്ത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. കോടതി തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പം കോടതി ചോദിക്കുന്നുണ്ട്, മാർച്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? കഴിഞ്ഞ 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ 2022 തന്നെ ഇദ്ദേഹത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ട സൂചനകൾ EDക്കും CBIക്കും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വൈകിപ്പിച്ചത്, അറസ്റ്റ് വൈകിപ്പിച്ചത്? അതുപോലെ തന്നെ 7-8 മാസമായി അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വ്യക്തമായിരുന്നിട്ടും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ചെയ്തു? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുക BJPയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ കെജ്രിവാളിനെതിരെ പുതിയ ആരോപണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഖാലിസ്ഥാൻ തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തീരുമാനിച്ച് ചിലരെയൊക്കെ പുറത്തിറക്കുവാൻ മുൻപ് ശ്രമം നടത്തിയിരുന്നു എന്നും അതിനായി വലിയ തുക കോഴയായി കൈപ്പറ്റി എന്നുമൊക്കെയുള്ള വാർത്തകൾ പ്രചരണം വരുന്നു. അതിനെതിരെ കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്യുമെന്ന് എന്നെ പറയുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ വരികയാണ്. ഇതല്ല, പൊതുശത്രുവിനെ ഒതുക്കാൻ വേണ്ടി രാഷ്ട്രീയ എതിരാളികൾ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി പണിയുകയാണ് കെജ്രിവാളിനെതിരെ എന്നുള്ള വിമർശനങ്ങളും പുറത്തു വരുന്നു. എന്തായാലും രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ അഴിമതിക്കെതിരെ വ്യക്തമായ ഒരു സംഘടനയുണ്ടാക്കി അതുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് രാഷ്ട്രീയം പാർട്ടിയായി പരിണമിച്ച ഒരു സംഘടനയാണ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഗോധയിൽ ഇറങ്ങുക എന്ന് പറയുന്നത് എന്തു വില കൊടുത്തും BJPക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഈ പ്രസ്ഥാനം ഉണ്ടായി വന്നത് തന്നെ കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രസ്ഥാനമായിട്ടാണ്. കോൺഗ്രസ് വലിയ അഴിമതി ആരോപണങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നു, കോൺഗ്രസ് വലിയ തരത്തിലുള്ള അഴിമതി നടത്തുന്നു എന്നുള്ളത് മുന്നിൽ വെച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അന്നാ ഹസേരയുമായിട്ടൊക്കെ ചേർന്ന് വന്ന് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറിയ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് ഡൽഹിയിൽ മത്സരിക്കുമ്പോൾ BJPക്കും പറയാൻ ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് BJPയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഡൽഹിയിൽ ഏതാണ്ട് 7 സീറ്റുകളും
50%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ 50% വോട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന് ഏതാണ്ട് 22.5% വോട്ടുകളാണ് അവിടെ കിട്ടിയത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 18.1% വോട്ടുകളാണ് അവിടെ കിട്ടിയത്. ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചാലും ഏതാണ്ട് 30-32% അല്ലെങ്കിൽ 31% വോട്ടുകളെ ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവിടെ ഉള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം 56.9% വോട്ടുകൾ കണ്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഡൽഹിയിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് 7 സീറ്റുകളും 50%-ലധികം വോട്ട് നേടി അധികാരത്തിൽ വന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അവിടെ പ്രചരണത്തിന് ഇറങ്ങിയതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ സാധ്യതകൾ മാറി BJPക്ക് അനുകൂലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സീറ്റോ മറ്റോ ഇടതുപക്ഷ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ആയി അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും 1-2 സീറ്റുകൾ മാക്സിമം അത് അങ്ങനെ അത്രയും കിട്ടിയാൽ പോലും UPAക്ക് വലിയ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമാണ്. കാരണം ഒന്നും കിട്ടാത്തടത്ത് നിന്ന് 2 കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് വിജയമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, കോൺഗ്രസ് ഡൽഹിയിൽ ഏതൊരു നിലയിൽ നിന്നാണ് അങ്ങനെ പോയി നിൽക്കുന്നത്. മുമ്പും മിക്ക സീറ്റുകളും നേടി അധികാരത്തിൽ വന്നിരുന്ന BJP കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ പോലും ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എവിടെ പോയി നിൽക്കുന്നു എന്ന്. എന്നാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള സഖ്യകക്ഷ്യങ്ങൾ ഇപ്പൊ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ വരുന്നത് കൊണ്ട്, അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് കൊണ്ട് BJPക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ BJPക്ക് ഒരു അനുകൂല സാഹചര്യവും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് BJPക്ക് എതിരായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു സീറ്റ് മറിക്കുവാൻ പാകത്തിലുള്ള പ്രചരണമായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അത് ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അതിന് ഭരണപക്ഷത്തെ വിമർശിക്കാൻ കഴിയുന്ന ആവനാഴിയിലെ ഒരു അസ്ത്രമായി പുതിയൊരു അസ്ത്രം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJPക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ്. അത് സീറ്റുകൾ മാറ്റപ്പെടുമോ, അല്ലെങ്കിൽ ഡൽഹിയിലെ സീറ്റ് നിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നോ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ വലിയ വ്യാപകമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ BJPക്ക് പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനത്ത് തീർച്ചയായിട്ടും BJPക്കെതിരെ ചെയ്യുന്ന ഒരു അസ്ത്രമായി തെരഞ്ഞെടുപ്പ് ഗോധയിൽ അത് ഉണ്ടാകുമെന്നും അത് BJPക്ക് ക്ഷീണം ഉണ്ടാക്കി കൊടുക്കുമെന്നും ഞാൻ കരുതുന്നു. മറിച്ച് നേരത്തെ BJPക്ക് സ്വാധീനം ഉണ്ടായിരിക്കുന്ന വലിയ മേഖലകളിലല്ല, മറിച്ച് BJPക്ക് ഇടിവ് നേടാൻ സാഹചര്യമുള്ള ചില മേഖലകളിൽ BJPക്കെതിരെയുള്ള ഒരു പ്രചരണമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം എന്തുകൊണ്ടും BJPക്ക് അനുകൂലമല്ല, പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ഇപ്പം പ്രതിപക്ഷം പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരും ആം ആദ്മി പാർട്ടിയും ഒക്കെ പറയുന്നത് മനഃപൂർവ്വം ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് BJP കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ്. കാരണം കേസിന്റെ മെല്ലെപ്പോക്കിനെ ഇപ്പോൾ ED തന്നെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ കോടതി വിമർശിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും മെല്ലെപ്പോക്ക് നടന്നത് എന്തിനാണ്? അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇത്രയും കാലം സമയമെടുത്ത് ഈ അന്വേഷണം എന്തുകൊണ്ടാണ്? ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കോടതിയിൽ EDക്കെതിരെയും CBIക്കെതിരെയൊക്കെ കോടതിയിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ സംശയങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കൂട്ടിലാകുന്ന ഇത്തരം സംശയങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഡൽഹിയുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു പ്രശ്നമായി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മറ്റൊരു തരത്തിലാണ് പോകുന്നത്. അവിടെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വരും. പക്ഷേ ഇത് മറ്റു ചില സംസ്ഥാനങ്ങൾ BJPക്ക് തിരിച്ചടിയായി മാറാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്കുള്ള ഒരു എതിർ ഘടകമായി വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി, ഈ തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി വരുന്നത്, ഇപ്പം അദ്ദേഹം ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് $1,00,000 വളരെ വലിയ തുക, എനിക്ക് കൃത്യമായ കണക്കറിയില്ല, വളരെ വലിയ തുക സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ഭീകരവാദികളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ ഇന്ത്യയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ, അതിനെതിരെ ഉള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം പല കാര്യങ്ങളും ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നിജസ്ഥിതി അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിജസ്ഥിതികൾ ജനങ്ങൾക്ക് കൺവിൻസിങ് ആകുന്ന തരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഖാലിസ്ഥാൻ അനുകൂലികളെ അദ്ദേഹം സഹായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഖാലിസ്ഥാനെ അനുകൂലികളായിട്ടുള്ളവർ ഈ കെജ്രിവാളിനെ അനുകൂലിച്ചുകൊണ്ട്
നടത്തിയ ചില പ്രചരണങ്ങൾ, അതിന്റെയൊക്കെ വീഡിയോ, അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അതിന്റെയൊക്കെ വീഡിയോ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇദ്ദേഹത്തിന് എതിരായി മാറും എന്നുള്ളത്, കെജ്രിവാളിനും എതിരായി മാറും എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കണ്ടമാനം ശരിയായും തെറ്റായും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ വാർത്തകളെ നിയന്ത്രിക്കുവാൻ സർക്കാരുകൾക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അത് സർക്കാരിന്റെ ഒരു ബാധ്യതയാണ്. അപ്പൊ അതിന് കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് സർക്കാർ തന്നെയായിരിക്കും പ്രതിക്കൂട്ടിലെത്തുക. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു അനുകൂല ഘടകമായി മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഇതര രാഷ്ട്രീയ ഭൂമികയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഇടക്കാല ജാമ്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നേടിക്കൊടുക്കുവാനില്ല എങ്കിലും നഷ്ടപ്പെടുത്തുവാൻ ഏറെയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് സീറ്റുകളുടെ രൂപത്തിൽ അല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളിലും. അപ്പോൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അത് ചില സീറ്റുകളെങ്കിലും സ്വാധീനിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഡൽഹി തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ BJPക്ക് തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതൊരു ഘടകമായി മാറും എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന സംജാതമായിട്ടുള്ള ഈ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായിട്ടുള്ള ഈ ഒരു സാഹചര്യം വരാൻ പോകുന്ന 3 ഘട്ടങ്ങളിൽ വളരെ നിർണായകമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിർണായകമാണെന്ന് ഞാൻ പറയാൻ കാരണം, BJPക്ക് ഏറെ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏറിയ പങ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് പ്രതികൂലമാകുന്ന സീറ്റുകളാണ് ഏറെയും, അല്ലെങ്കിൽ അവർ വെല്ലുവിളികൾ നേരിടുന്ന സീറ്റുകളാണ് ഏറെയും. അവിടെ ആ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ അനുകൂല സാഹചര്യം അവർക്കുണ്ടാകുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു വാർത്തയല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം വോട്ടുകൾ നേടിക്കൊടുക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും BJPക്ക് ഒട്ടും അനുകൂലമായ ഒരു സാഹചര്യമല്ല അത് സൃഷ്ടിക്കുന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വോട്ടായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇതൊന്നും BJP നരേന്ദ്രമോദി 3-0 സർക്കാരിനെ മറിച്ചിടാൻ പ്രാപ്തമായിട്ട് ഉള്ള ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം തന്നെ ഈ ഉടലെടുത്ത ചില മാറ്റങ്ങൾ, ഇപ്പൊ കോൺഗ്രസും ആം ആദ്മി സഖ്യവും ഒക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇപ്പൊ തുടക്കത്തിൽ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ സഖ്യ മുന്നണികളെ ഉണ്ടാക്കുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ച അവർക്ക് 2019 തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് അന്ന് അവർ 423 സീറ്റുകളിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക്. ബാക്കി ചെറിയ ചെറിയ നീക്കുപോക്കുകൾക്കാണ് അവർ തയ്യാറായത്. അത് അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. അതേസമയം ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേ 24 എത്തുമ്പോഴേക്കും അവരേതാണ്ട് 300 സീറ്റുകളിൽ മത്സരിച്ചിട്ട് ബാക്കി സീറ്റുകളൊക്കെ സഖ്യകക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് ഒരു കൂടുതൽ മെയ്വഴക്കത്തോടെ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ മെയ്വഴക്കം തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു അസറ്റാണ്. ആ അസറ്റ് സീറ്റായി മാറും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഇന്ത്യ മുന്നണിക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ അതൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചില സീറ്റുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായി മാറില്ല എങ്കിലും BJPക്ക് കയ്യിലിരിക്കുന്ന ചില സീറ്റുകളെങ്കിലും ചോരുന്നത് അത് തീർച്ചയായിട്ടും അത് ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. എന്തായാലും നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് BJPയുടെ 3ാം സർക്കാർ കേന്ദ്രത്തിൽ വരും എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തമായൊരു പ്രതിപക്ഷമായി അവർ നിലനിൽക്കുന്നതിന്, ഞാനിപ്പോ അങ്ങനെ പറയാനുള്ള കാരണം തെരഞ്ഞെടുപ്പുകളുടെ മുഴുവനായിട്ടുള്ള സൂചനകൾ അങ്ങനെയാണ്. ഡൽഹിയിൽ പോലും ഈ പ്രചരണമൊക്കെ ഈ ആം ആദ്മി ഇളക്കി മറിച്ചുള്ള പ്രചരണവും അരവിന്ദ് കെജ്രിവാളിന്റെ വരവിനും ഒക്കെ ശേഷം ആ ഭൂമികയിൽ പെട്ടെന്ന് തന്നെ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായത് മാറുന്നു എന്നുള്ളത് കൊണ്ടും അവരുടെ നില മെച്ചപ്പെടും എന്നുള്ളത് കൊണ്ടും BJP വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നതും ജനാധിപത്യത്തിന്റെ നല്ല ലക്ഷണമാണ്. അതിന് എങ്കിലും ശക്തമായി മാറാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.